എല്ലാ ദിവസവും സമർത്ഥമായ ദർസ് നടക്കും. പൊതുജനങ്ങൾക്കുള്ള ഉപദേശവും പ്രസംഗവും വെള്ളിയാഴ്ച രാവിലെയും ചൊവ്വാഴ്ച വൈകുന്നേരവും ദർസിൽ വെച്ചും ഞായറാഴ്ച രാവിലെ പർണശാലയിലും നടക്കും. 528 മുതൽ 561 വരെയുള്ള കാലയളവിൽ ഈ ചിട്ടയാണ് തുടർന്നത്. ഇറാഖിലെ പണ്ഡിതന്മാർ അത്ഭുതപ്പെട്ടത് രാവിലെ ഷെയ്ഖിനോട് ചോദിക്കുന്ന ഫത്വക്ക് വൈകിട്ട് മറുപടി നൽകിയിരിക്കും. ഒരു ആയത്തിന് 11ഓളം വ്യാഖ്യാനം പറഞ്ഞതും അവിടെ കൂടുന്നവർ എന്ത് ചോദിക്കാൻ കരുതിയോ അതിന് മറുപടി എന്നോണം ക്ലാസ് എടുക്കുന്നതും പണ്ഡിതന്മാരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളോട് വാത്സല്യവും സ്നേഹവും നിറഞ്ഞ ഇടപെടലായിരുന്നു. ഖുർആനെ സംബന്ധിച്ച് ക്ലാസ് എടുക്കുമ്പോൾ മുകളിൽ നിന്നൊരു സർപ്പം വീണു. എല്ലാവരും പ്രാണനം കൊണ്ട് ഓടി. അപ്പോൾ ഷെയ്ഖ് മാത്രം ഉറച്ചു നിന്നു. അതാണ് വിധിയോടുള്ള സമീപനം. ഇബ്നു ഖുദാമ പറയുന്നു, 561 ബഗ്ദാദിലെത്തിയപ്പോൾ അധ്യാപനം, കർമ്മശാസ്ത്രം, ഫത്വ, ആത്മീയ വിജ്ഞാനങ്ങൾ എല്ലാ അർത്ഥത്തിലും ഷെയ്ഖ് ജീലാനിക്കായിരുന്നു. വിദ്യാർത്ഥികളിൽ പാണ്ഡിത്യവും ആത്മീയ അവസ്ഥയും സമ്മേളിച്ചിരുന്നു. ഖലാഇദ്